الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين وبعد. മാനവ ജീവിതത്തിന്റെ ഇഹപര വിജയത്തിനു വേണ്ടി സ്രഷ്ടാവിൽ നിന്ന് അവതീർണമായ മാർഗദർശക ഗ്രന്ഥമാണ് ഖുർആൻ. പാരായണം, വായിക്കപ്പെടുന്നത് എന്നീ അർത്ഥങ്ങളുള്ള ഖുർആൻ എന്ന പദത്തെ അന്വർത്ഥമാക്കും വിധം ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം ഖുർആനാണ്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സിൽ പ്രവാചകത്വം ലഭിച്ചതു മുതൽ 63 വയസ്സിൽ അവിടുത്തെ വിയോഗമുണ്ടാകുന്നതുവരെയുള്ള കാലയളവിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിലായി അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള വേദഗ്രന്ഥമാണ് ഖുർആൻ. അത്യഗാധമായ ഒരു വിജ്ഞാന സാഗരമത്രേ ഈ മഹൽ ഗ്രന്ഥം. ഓരോ ആവർത്തി പരിശോധിക്കുമ്പോഴും നവ്യമായ വായനാനുഭവങ്ങൾ ലഭിക്കുന്നത് ഖുർആനിൻ്റെ മാത്രം സവിശേഷതയാണ്. ഭൗതിക ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സമുദ്ധരിക്കുക വഴി ആത്യന്തിക മോക്ഷത്തിൻ്റെ സുന്ദരമായ പാഥേയം മനുഷ്യനു മുമ്പിൽ സമർപ്പിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. വിവിധ തലസ്പർശിയായ ഖുർആനിക അധ്യാപനങ്ങളെ മൊത്തത്തിൽ ഇനി പറയുന്ന 5 വിഭാഗങ്ങളിലായി ക്രമീകരിക്കാം. 1. അള്ളാഹുവിൻ്റെ നാമങ്ങൾ, ഉത്കൃഷ്ട ഗുണങ്ങൾ, അനുഗ്രഹങ്ങൾ ആദിയായവയെ സംബന്ധിച്ച ഉത്ബോധനങ്ങൾ. 2. മരണം, മരണാനന്തര ജീവിതം, വിചാരണ, രക്ഷാശിക്ഷകൾ തുടങ്ങിയ പാരത്രിക കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണം. 3. ആരാധനാകർമ്മങ്ങൾ, ഇടപാടുകൾ, പെരുമാറ്റ മര്യാദകൾ, ഗാർഹികവും സാമൂഹികവുമായ ധാർമ്മിക അധ്യാപനങ്ങൾ, വിധിവിലക്കുകൾ ഇവയെല്ലാം അടങ്ങുന്ന മതനിയമങ്ങൾ. 4. സത്യവിശ്വാസികളായ സജ്ജനങ്ങളുടെ സൽഫലങ്ങളും അവിശ്വാസികളായ ദുർജനങ്ങളുടെ ദുഷ്ടഫലങ്ങളും ഉദാഹരിക്കുന്ന ചരിത്ര സംഭവങ്ങളുടെ വിവരണം. 5. സത്യനിഷേധികളുടെ വാദങ്ങൾക്കുള്ള മറുപടികളും അവയുടെ നിരർത്ഥകത സ്ഥാപിക്കലും. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അജ്ഞതയുടെ അന്ധകാരമകറ്റാൻ ദൈവിക വചനങ്ങൾ കൊണ്ടു മാത്രമേ സാധിക്കൂ. ജനഹൃദയങ്ങളിൽ സന്മാർഗത്തിന്റെ വെളിച്ചമെത്തിക്കുന്നവർക്ക് നാഥൻ വാഗ്ദാനം ചെയ്ത മഹത്തായ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഈ ദൗത്യത്തിന്റെ പ്രചാരണം ഖുർആനിനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നാഥ, ഞങ്ങളുടെ വഴി നീ സുഗമമാക്കണമേ. ആമീൻ. അധ്യായം 1. സൂറത്തുൽ ഫാത്തിഹ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 7. വിശുദ്ധ ഖുർആനിൽ ആദ്യം വായിക്കപ്പെടുന്നതും മുസ്ഹഫുകളിൽ ഒന്നാമതായി എഴുതപ്പെടുന്നതുമായ സൂറത്ത് അഥവാ അധ്യായം എന്ന നിലയ്ക്ക് ഇതിന് സൂറത്തുൽ ഫാത്തിഹ അഥവാ പ്രാരംഭം എന്നും ഫാത്തിഹത്തുൽ കിതാബ് അഥവാ വേദഗ്രന്ഥത്തിന്റെ പ്രാരംഭം എന്നും പേര് പറയപ്പെടുന്നു. ഖുർആന്റെ മൂലം അഥവാ കേന്ദ്രം എന്ന അർത്ഥത്തിൽ ഉമ്മുൽ ഖുർആൻ എന്നും ഉമ്മുൽ കിതാബ് എന്നും പേരുണ്ട്. അള്ളാഹുവിന്റെ അത്യുത്കൃഷ്ടങ്ങളായ വിശേഷണ നാമങ്ങൾ, ഏകദൈവ സിദ്ധാന്തം, തൗഹീദ്, മരണാനന്തര ജീവിതം, പ്രതിഫല നടപടി തുടങ്ങിയ മൗലിക സിദ്ധാന്തങ്ങൾ, കർമ്മപരവും സാൻമാർഗികവുമായ നിയമനിർദ്ദേശങ്ങൾ, ചരിത്ര സംഭവങ്ങൾ ആദിയായ വിഷയങ്ങളാണ് ഖുർആനിലെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ. ഇവയുടെയെല്ലാം ഒരു സാരാംശം ഈ സൂറത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇതത്രേ ഈ 2 പേരുകളും സൂചിപ്പിക്കുന്നത്. ഉമ്മ് എന്ന പദത്തിന് ഉത്ഭവസ്ഥാനം, കേന്ദ്രം, പ്രധാന ഭാഗം, സങ്കേതം, മാതാവ്, മർമ്മം എന്നൊക്കെ സന്ദർഭം പോലെ അർത്ഥങ്ങൾ വരുന്നതാണ്. മേൽക്കണ്ട പേരുകൾക്ക് പുറമെ ഹദീസുകളിലും സഹാബികളും താബീകളുമായ മഹാന്മാരുടെ മൊഴികളിലുമായി വേറെയും പല പേരുകൾ ഈ സൂറത്തിന് പറയപ്പെട്ടു കാണാം. എല്ലാം തന്നെ ഇതിന്റെ ഓരോ തരത്തിലുള്ള പ്രാധാന്യവും ശ്രേഷ്ഠതയും ചൂണ്ടിക്കാട്ടുന്നു. ഖുർആനിക വിജ്ഞാനങ്ങളുടെ മൗലിക വശങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന നിലയ്ക്ക് അസാസുൽ ഖുർആൻ, ഖുർആന്റെ അസ്ഥിവാരം എന്നും, മനസ്സിരുത്തി പഠിക്കുകയും വിശദ വിവരങ്ങൾ തുടർന്നന്വേഷണം നടത്തുകയും ചെയ്യുന്നവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ ഈ സൂറത്തു തന്നെ മതിയാകുമെന്ന അർത്ഥത്തിൽ അൽ കാഫിയ, മതിയായത് എന്നും, വിജ്ഞാനമൂല്യങ്ങളുടെ നിക്ഷേപം എന്ന ഉദ്ദേശത്തിൽ അൽ കെൻസ്, നിക്ഷേപം എന്നുമുള്ള പേരുകൾ അവയിൽ ചിലതാകുന്നു. കൂടാതെ ഇതിന്റെ തുടക്കം അള്ളാഹുവിന്റെ മഹൽ ഗുണങ്ങളെ എടുത്തുകാട്ടിക്കൊണ്ടുള്ള സ്തുതി കീർത്തനമായതുകൊണ്ട് സൂറത്തുൽ ഹംദ്, സ്തുതി കീർത്തനത്തിന്റെ അധ്യായം. അവസാന ഭാഗം പ്രാർത്ഥനാരൂപത്തിലാകയാൽ സൂറത്തു ദുആ,
പ്രാർത്ഥനയുടെ അദ്ധ്യായം നമസ്കാരത്തിൽ ഒഴിച്ചുകൂടാത്തതാകയാൽ സൂറത്തുസ്സലാ. നമസ്കാരത്തിന്റെ അദ്ധ്യായം എന്നിങ്ങനെയും ഇതിന് പേരുണ്ട്. നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ മക്ക ജീവിതകാലത്തിന്റെ ആദ്യഘട്ടത്തിലാണ് ഈ സൂറത്ത് അവതരിച്ചത് എന്നാണ് ശരിയായ അഭിപ്രായം.